ഇപ്പൊ വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞപ്പോൾ വീടിന്റെ അകത്ത് ചെടിയെ കുറെ സ്നേഹിക്കുന്നതുകൊണ്ട് കുറെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ക്രിപ്റ്റാന്തസ് ചെടിയും അതുപോലെ ബ്രോമലൈഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റുമാണ് കേട്ടോ. നേരിട്ട് സൂര്യപ്രകാശം വേണ്ടാത്തൊരു ചെടിയാണിത്. ഇതിന്റെ ഒത്തിരി വെറൈറ്റി, നമ്മുടെ ക്രിപ്റ്റാന്തസിന്റെ ഒത്തിരി വെറൈറ്റി ഇപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനായിട്ടും അതുപോലെ നേഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് നമ്മുടെ പൈനാപ്പിളിന്റെ ഒക്കെ ഒരു ചെടികളുടെ പൈനാപ്പിളിന്റെ മുകളിൽ നിൽക്കുന്ന മുകളുണ്ടല്ലോ, അതിന്റെ പോലത്തെ ഒരു മുള്ളും അതുപോലെ നല്ല ഹാർഡായിട്ടുള്ള ഇലയും ഒക്കെ ഉള്ളതാണ്. ഒത്തിരി വെറൈറ്റീസ് ഇതിന്റെ ലഭ്യമാണ് കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിൽ ഇതേപോലെ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് നമ്മുടെ ഈ ഒരു ഇതാണ് വെറൈറ്റി. ഇതെനിക്കൊരു ആള് തന്നതാണ്, കുഞ്ഞ് തൈ തന്നതാണ്. അത് ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് ആണ് നല്ല രീതിയിൽ 4 വർഷമായിട്ട് നമ്മുടെ ഈ ചട്ടിയിലുണ്ട്. അപ്പൊ ഇതേപോലെ വളരാനായിട്ട് ഭംഗിയുള്ള പോട്ട് കിട്ടുകയാണെങ്കിലേ നമുക്ക് അതും കൂടി ആ പോട്ടിലൂടെ വെക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഈ മെറൂൺ ടച്ച് ഉള്ള ചെടികളൊക്കെ ഒത്തിരി എനിക്കിഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ വല്ലപ്പോഴും വാങ്ങും കേട്ടോ. അപ്പൊ ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരെണ്ണത്തിൽ നിന്ന് അത് ഒരു സൈഡിൽ കുറച്ച് വളർന്നു വന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ കുത്തി വെച്ചിട്ട് അങ്ങനെ 2 എണ്ണം ഇതിനകത്തുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം വെച്ചാലും ഭംഗിയാണ്, നമുക്കത് മാറ്റി നടങ്ങി നടാം. അപ്പൊ ഇതിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ വെള്ളം അധികം പാടില്ല, നല്ല ഡ്രൈനേജ് ഉള്ള പോട്ട് വേണം. അതുപോലെ സൺലൈറ്റ് നേരിട്ട് അടിക്കാൻ പാടില്ല. പിന്നെ അധികം വളത്തിന്റെ ആവശ്യമില്ല, ജൈവവളത്തിന്റെ ആവശ്യമില്ല. വേരുകൾ പെട്ടെന്ന് ചിത്തിയപ്പോൾ അധികം മണ്ണിന്റെ ആവശ്യമില്ല. അല്പം ഡ്രൈനേജ് കൂടുതലുള്ള മറ്റേ മണ്ണും കൂടി ചേർന്ന മിശ്രിതമോ അല്ലെങ്കിൽ ചകിരിച്ചോറും കുറച്ച് പെർലൈറ്റും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതം ആയാലും മതി. പക്ഷെ വെള്ളം കൂടാതെ നോക്കണം. അപ്പൊ ഇത് ഇൻഡോർ വെക്കാൻ നല്ല രസമാട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ എന്താ പറയാ റൂമിന്റെ അകത്ത് വിസിറ്റിംഗ് റൂമിന്റെയും ഡൈനിങ് ഹാളിന്റെയും സെപ്പറേഷൻ ആയിട്ടുള്ള ഒരു ആർച്ച് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതുപോലെ ഷോക്കേസ് ആയിട്ട് ചെയ്തതാണ്. കാരണം ചെടി വെക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇതേപോലെ ആക്കിയതാണ്. അപ്പൊ കുറച്ച് ഭാഗം ഇവിടെ വരെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ഇത് ബ്രോമലൈഡ് എന്ന് പറഞ്ഞത് വേറെ ചെടി കേട്ടോ. ഇതിനും ഡയറക്റ്റ് സൺലൈറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ നമുക്ക് വീടിന്റെ അകത്താണല്ലോ നമ്മൾ ചെടികളുടെ കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റാം. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2-3 ആഴ്ചയൊക്കെ അകത്ത് വെച്ചതിന് ശേഷം പിന്നെ പുറത്ത് വെച്ച് വെയിൽ ഒളിച്ചാൽ മതി. ഇതിനും അധികം മണ്ണിന്റെ ആവശ്യമൊന്നുമില്ല, ഒരല്പം മതി. ഇതൊക്കെ ചിലരൊക്കെ മരത്തിലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചകിരി വെച്ചിട്ട് അത് വെച്ച് കെട്ടി അതിന്റെ ചുവട്ടിൽ നല്ല എന്താ പറയാ പച്ചപ്പുള്ള മരത്തിന്റെ അല്ലെങ്കിൽ ഉണങ്ങിയ മരത്തും അധികം പിടിച്ച് കണ്ടിട്ടില്ല. നല്ല പച്ച മാവോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പച്ചപ്പുള്ള മരങ്ങളുണ്ടെങ്കിൽ അതിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ പക്ഷേ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഇത് രസം നോക്കി. ഇതും നമുക്കൊരു എന്താ പറയാ പ്രത്യേക ഭംഗിയാണ് ഇൻഡോർ വെക്കാനായിട്ട്. അപ്പോൾ ഈ 2 ചെടികളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇനിയുണ്ട് ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സ്. അപ്പൊ നമുക്ക് ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടം അറിയിക്കണം. നമ്മുടെ പഴയ ഒരു മോഡൽ വീട് സെപ്പറേഷൻ ഒരു ആർച്ച് പോലെയായിരുന്നു. ചുമ്മാ ഒരു ആർച്ച് നമ്മൾ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയത് മാറ്റിയിട്ട് ഒരു വുഡൻ പാനലിലേക്ക് മാറ്റി 2 ഭാഗത്തും ഷോക്കേസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സെന്ററിൽ പാസേജ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.